കഴിഞ്ഞ 2, 3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത് ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിംഗ് സെറിമണിയെ തുടർന്നിട്ടുള്ള ന്യൂസുകളാണ്. 2 ദിവസം മുമ്പ് ഫൈസൽ മലബാറിൻ്റെ കേരളത്തിൽ തന്നെ അതിഗംഭീരമായിട്ട് നടത്തപ്പെട്ട ഒരു ഹൗസ് വാമിംഗ് സെറിമണിയാണത്. അപ്പോൾ അതിലേക്ക് ഇഷ്ടംപോലെ സെലിബ്രിറ്റീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സമൂഹത്തിൽ തന്നെ അറിയപ്പെടുന്ന പല പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അറിയാമായിരിക്കുമല്ലോ, ഫുള്ളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളായിരുന്നു വന്നത്. അപ്പം അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടായി. ഈ ഹൗസ് വാമിംഗ് സെറമണിയെ പറ്റിയിട്ട് തന്നെയാണ് പോസ്റ്റ്. അപ്പം അതിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ വായിക്കാം. എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹമധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു 2 പെൺകുട്ടികളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചത് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ വിളിച്ചിട്ടില്ല എന്നൊരു രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്ക് അറിയില്ല അവരെ വിളിച്ചതായിട്ട്. അതായത് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് നമ്മൾ. ഈ 2 പെൺകുട്ടികളെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 പങ്കെടുത്ത ആദില നൂറയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അവർ ലെസ്ബിയൻ കപ്പിൾസാണ്. അവർ ഈ ചടങ്ങിൽ പങ്കെടുത്ത തുടർന്നിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഇദ്ദേഹം വളരെ കൈയൊക്കെ കൊടുത്ത് കൈയൊക്കെ കൊടുത്ത് തന്നെ വെൽക്കം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ചിലപ്പം അദ്ദേഹം അവരെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കിനും വെറുതെ ഇൻസൾട്ട് ആക്കണ്ടെന്ന് കരുതി ചിലപ്പം കൈ കൊടുത്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ അറിവോടെ കൂടി അല്ല അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവരെ എന്തായാലും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വന്നത്. മാത്രമല്ല അത് റസ്മിൻ എന്ന് പറയുന്നുള്ള കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റൻറ്റ് വഴിയാണ് വിളിച്ചത് എന്ന് റസ്മിൻ രേഖപ്പെടുത്തുന്നുണ്ട്. പലരും രേഖപ്പെടുത്തുന്നുണ്ട് ഇവരെ ഓൾറെഡി വിളിച്ചിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. വിളിക്കാതെ പോകാൻ അവർക്ക് വെറുതെ പ്രാന്തൊന്നുമില്ല. അപ്പം അങ്ങനെ വിളിച്ചിട്ട് വന്ന സ്ഥിതിക്ക് അവരെ സത്യം പറഞ്ഞാൽ ലിറ്ററലി അപമാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫൈസൽ മലബാർ അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ആക്കി. അങ്ങനെയല്ല ക്ലാരിഫിക്കേഷൻ ശരിക്കും കൊടുക്കേണ്ടത്. അതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സ് ത്രൂ ആയിരിക്കും വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ മാനേജേഴ്സ് അല്ലേ തെറ്റ് ചെയ്തത്? അപ്പോൾ അവരെ ഡിസ്മിസ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ മുമ്പോട്ട് കാണിക്കേണ്ടതാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഈ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയതുകൊണ്ട് സമൂഹം എന്താണ് ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സമൂഹത്തിനോട് എന്തോ തെറ്റ് ചെയ്തു എന്നൊക്കെ എന്തോ ഒരു രീതിയിൽ പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് സീസണിലായിരുന്നപ്പോൾ തന്നെ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, സമൂഹത്തിൽ നടന്ന എന്തോ ഒരു ജോലിക്ക് പോലും കയറാൻ യോഗ്യതയില്ല എന്നൊക്കെ ഒരു രീതിയിൽ ലക്ഷ്മി എന്നൊരു കണ്ടസ്റ്റൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് സമൂഹത്തിൽ മാന്യമായി ജോലി എടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്തവരാണ് ഇവരെന്ന്. ഇവർ സത്യം പറഞ്ഞാൽ 2 പേരും കട്ടും മോഷ്ടിച്ചും ആരെയും കൊന്നിട്ടും ജീവിക്കുന്ന 2 ഇൻഡിവിജ്വൽസ് അല്ല. അവർ മാന്യമായിട്ട് തന്നെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 പ്രൊഫഷണൽസാണ്. അവർക്കാരും ജോലി കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല. IT കമ്പനി ലെസ്ബിയൻസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവരെ ജോലിക്ക് കയറ്റാതിരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ലക്ഷ്മിയുടെ ആരുടെയും കാശെടുത്തിട്ടൊന്നും അല്ല ജീവിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ മനുഷ്യ സ്ത്രീകളാണ് 2 പേര്. അവരങ്ങനെ ജീവിച്ചു വരുന്നു. അവരാകെപ്പാടെ ചെയ്തു എന്ന് പറയാനുള്ള തെറ്റ് സമൂഹത്തിന് മുമ്പിൽ സമൂഹം പറയുന്ന തെറ്റെന്ന് പറയുന്നത് അവർ ലെസ്ബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോയിട്ടില്ല. അതായത് സമൂഹം പറയുന്ന രീതിയിൽ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ച് ജീവിച്ചില്ല. അങ്ങനെ ജീവിക്കുമായിരുന്നെങ്കിൽ അവരുടെ വികാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരങ്ങനെ ജീവിക്കുകയായിരുന്നെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അവരുടെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ചെറുക്കൻ്റെയും ജീവിതം തകർക്കുവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവരെന്തായാലും അത് ചെയ്തില്ല. അങ്ങനെ ആരെയും ഒരു രീതിയിലും ഹർട്ട് ചെയ്യാതെ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ തിരിച്ചറിഞ്ഞ് അവർ സന്തോഷമായിട്ട് സമൂഹത്തിന് മുമ്പിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതിലൂടെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മനസ്സിലായില്ല. ഇനി അദ്ദേഹം മുസ്ലിം സമൂഹത്തെ പറ്റിയാണോ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായില്ല. ഫൈസൽ മലബാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു.
ഇവരെ പറ്റിയിട്ട് ഇവരെ എന്തിനാണ് ഹൗസ് വാമിങ്ങിന് ലൈക്ക് ക്ഷണിച്ചത്, അതുകൊണ്ട് ഇനി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് ഇനിയിപ്പം ഒന്നും എടുക്കത്തില്ല, അങ്ങനത്തെ അതായത് സ്വർണ്ണമൊന്നും എടുക്കില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നും ഏതാണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പം അതുകൊണ്ടാവാം അദ്ദേഹത്തിന്, ചിലപ്പം പേടിച്ചിട്ടാവാം, അതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ പേടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇദ്ദേഹം ഒരു ക്ലാരിറ്റി വരുത്തേണ്ട എന്താന്ന് പറഞ്ഞാൽ, മുൻകൂട്ടി അറിവുണ്ടായില്ല, അത് അവർക്ക് ഒരു മാർക്കായിട്ട് കിടക്കും. അതായത് ആദില നൂറയ്ക്ക് വിളിക്കാതെ വരുത്തുന്ന ഒരു രീതിയിൽ, എല്ലാവർക്കും അറിയാം വിളിക്കാതെ വിളിച്ചിട്ട് തന്നെയാണ് വന്നത് എന്നറിയാം. പക്ഷെ എന്താണ് സത്യമായിട്ട് നടന്നതെന്ന് അദ്ദേഹം ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഈ കേസിൽ ഭയങ്കര അത്യാവശ്യമാണ്.